ഇന്ത്യയിൽ 800 കോടി ഡോളറിന്റെ അതായത് 66,411 കോടി രൂപയുടെ നിക്ഷേപം നടത്താൻ തയ്യാറായി ഇസ്രായേലി കമ്പനിയായ ടവർ സെമികണ്ടക്ടർ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതിന് ആവശ്യമായ അനുമതിയും കമ്പനി കേന്ദ്ര സർക്കാരിൽ നിന്ന് തേടിയിട്ടുണ്ട്. നാനോമീറ്റർ ചിപ്പുകൾ ഇന്ത്യയിൽ നിർമ്മിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. മോദി സർക്കാരിന്റെ പ്രധാന ബിസിനസ് അജണ്ടകളിൽ ഒന്നാണ് സെമി കണ്ടക്ടർ. ഇതിനായി കേന്ദ്ര സർക്കാർ 2021 ഡിസംബറിൽ $10 ബില്യൺ പദ്ധതികളും ആരംഭിച്ചിട്ടുണ്ട്. 2023 ഒക്ടോബറിൽ കേന്ദ്ര IT മന്ത്രി രാജീവ് ചന്ദ്രശേഖറും ടവർ സെമി കണ്ടക്ടർ CEO റസൽ സി എൽവാങ്കറുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഇന്ത്യയിലെ ഇസ്രായേൽ അംബാസഡർ നവോർ ഗില്ലനും യോഗത്തിൽ പങ്കെടുത്തു. അർദ്ധചാലക മേഖലയിൽ ഇന്ത്യയും ഇസ്രായേൽ കമ്പനിയും തമ്മിലുള്ള പങ്കാളിത്തത്തെക്കുറിച്ച് ആ സമയത്തും ചർച്ചകൾ നടന്നതാണ്. 2022 ടവർ സെമികണ്ടക്ടർ കൂടി ഭാഗമായ ഇന്റർനാഷണൽ സെമികണ്ടക്ടർ കൺസോർഷ്യം ഇന്ത്യയുടെ അർദ്ധചാലക പദ്ധതിയിൽ പങ്കാളികളാകാൻ മുന്നോട്ട് വന്നിരുന്നു. ഇന്റൽ CEO പീറ്റ് ഗെൽസിംഗറും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തുകയുമുണ്ടായി. 2022 അദ്ദേഹം മന്ത്രി അശ്വിനി വൈഷ്ണവിനെയും കണ്ടിട്ടുണ്ട്. 300-ലധികം സ്ഥാപനങ്ങളും കമ്പനികളും ഇതിന്റെ ഉപഭോക്താക്കളാണ്. അമേരിക്കയുടെ മൈക്രോൺ കമ്പനിയും ഇന്ത്യയിൽ വൻ നിക്ഷേപം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇന്ത്യയിൽ ഉപയോഗിക്കുന്ന 90% ചിപ്പുകളും ഇറക്കുമതിയാണ്. US, യൂറോപ്യൻ യൂണിയൻ എന്നിവിടങ്ങളിലും സ്ഥിതി ഇതുപോലെയാണൊക്കെ തന്നെ. ചൈന, തായ്വാൻ പോലുള്ള രാജ്യങ്ങളെയാണ് ഇന്ത്യ ഉൾപ്പെടെയുള്ളവർ സെമികണ്ടക്ടർ ചിപ്പുകൾക്കായി ആശ്രയിച്ചു വരുന്നത്. ലോകത്തെ പ്രമുഖ ചിപ്പ് നിർമ്മാണ രാജ്യങ്ങളുടെ പട്ടികയിൽ ഇടം നേടണമെന്നത് ഇന്ത്യയുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ്. ഇതിനായാണ് $10 ബില്യൺ ചിപ്പ് നിർമ്മാണ പദ്ധതിയും കേന്ദ്രം പ്രഖ്യാപിച്ചത്. എന്നാൽ ഇതുവരെ ലോകത്തെ പ്രധാന ചിപ്പ് നിർമ്മാണ കമ്പനികളുടെ പ്ലാന്റുകളൊന്നും രാജ്യത്ത് സ്ഥാപിക്കാൻ സാധിച്ചിരുന്നില്ല. രാജ്യത്തെ ആസന്നമായ പൊതുതെരഞ്ഞെടുപ്പിന്റെ പശ്ചാത്തലത്തിൽ ടവറിന്റെ പദ്ധതി നിർദ്ദേശം അതിവേഗം പരിഗണിക്കാൻ ഒരുങ്ങുകയാണ് കേന്ദ്ര സർക്കാർ. അംഗീകാരം നൽകിയാൽ ടവർ ഇന്ത്യയിലെത്തുന്ന ചിപ്പ് നിർമ്മാണത്തിൽ ശക്തമായ അടിത്തറയുള്ള ആദ്യ കമ്പനി എന്ന പേര് നേടുകയും ചെയ്യും. ചിപ്പ് നിർമ്മാണത്തിന് എത്തുന്ന കമ്പനികൾക്ക് വേണ്ടിവരുന്ന മൂലധന നിക്ഷേപത്തിന്റെ 50% തങ്ങൾ വഹിക്കാമെന്നാണ് ഗവൺമെന്റ് നൽകിയിരിക്കുന്ന വാഗ്ദാനം. അതായത് ടവർ $8 ബില്യൺ പദ്ധതിയാണ് ആരംഭിക്കാൻ പോകുന്നതിൽ അതിൽ $4 ബില്യൺ ഗവൺമെന്റ് നൽകും. അതിനു പുറമെ ഏത് സംസ്ഥാനത്താണോ ചിപ്പ് നിർമ്മാണ ശാല തുടങ്ങുന്നത് ആ സംസ്ഥാനത്തും അധിക ധനസഹായം നൽകിയേക്കും. 65 നാനോമീറ്റർ ചിപ്പും 40 നാനോമീറ്റർ ചിപ്പും ഇന്ത്യയിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിക്കുമെന്നാണ് ടവർ അറിയിച്ചിരിക്കുന്നത്. വാഹനങ്ങൾക്കും വെയറബിൾ ഇലക്ട്രോണിക്സിനും ശക്തി പകരാനായിരിക്കും ഈ ചിപ്പുകൾ ഉപയോഗിക്കുക. കേന്ദ്ര IT സഹമന്ത്രി രാജീവ് ചന്ദ്രശേഖറും ടവർ CEO റസൽ സി എൽവാങ്കറും കഴിഞ്ഞ ഒക്ടോബറിലാണ് ഇത് സംബന്ധിച്ച് ധാരണയുണ്ടായത്. കർണാടകത്തിൽ $3 ബില്യൺ മുതൽ മുടക്കിൽ ഒരു ചിപ്പ് നിർമ്മാണശാല സ്ഥാപിക്കാനുള്ള നിർദ്ദേശം സമർപ്പിച്ചിരുന്നു. ഇന്റർനാഷണൽ കൺസോർഷ്യം ആയ ISMCയുമായി സഹകരിച്ചായിരുന്നു ഇത്. എന്നാൽ ചിപ്പ് നിർമ്മാണ ഭീമൻ ഇന്റൽ ടവർ കമ്പനിയെ ഏറ്റെടുക്കാൻ പോകുന്നു എന്ന വാർത്ത പരന്നതോടെ കർണാടകത്തിൽ ചിപ്പ് നിർമ്മാണശാല സ്ഥാപിക്കാനുള്ള പദ്ധതിയുമായി മുന്നോട്ടു പോകാൻ സാധിച്ചില്ല. അതേസമയം രാജ്യാന്തര അംഗീകാരം ലഭിക്കാതെ പോയതോടെ ഇന്റലിന്റെ ടവർ ഏറ്റെടുക്കലും നടന്നില്ല. രാജ്യാന്തര ചിപ്പ് നിർമ്മാണ ഭീമന്മാർ ഇന്ത്യൻ മണ്ണിൽ ഇനിയും കമ്പനികൾ സ്ഥാപിച്ചിട്ടില്ലെങ്കിലും മൈക്രോൺ കമ്പനി തങ്ങളുടെ ചിപ്പ് പാക്കിംഗ് യൂണിറ്റ് ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട്. ഇതിനായി $825 ദശലക്ഷം നിക്ഷേപിച്ചിരിക്കുന്നത്. എന്നാൽ മൈക്രോൺ ഇന്ത്യയിൽ ചിപ്പ് നിർമ്മാണ പ്ലാന്റ് സ്ഥാപിച്ചിട്ടില്ല. രാജ്യത്ത് നിന്ന് ചിപ്പ് നിർമ്മാണം തുടങ്ങണമെന്ന ആഗ്രഹം കേന്ദ്രം പ്രകടിപ്പിച്ചു തുടങ്ങിയിട്ട് വർഷങ്ങളായി. ആപ്പിളിന് ഐഫോൺ നിർമ്മിച്ചു നൽകുന്ന തായ്വാനീസ് കമ്പനിയായ ഫോക്സ്കോണും വേദാന്ത കമ്പനിയും ചേർന്ന് $19.5 ബില്യൺ പടുകൂറ്റൻ പദ്ധതി ആരംഭിക്കുമെന്ന് മുമ്പ് പ്രഖ്യാപിച്ചിരുന്നതാണ്. തുടർന്ന് ഇരു കമ്പനികളും വഴിപിരിഞ്ഞു. വേദാന്തയുമായി സഹകരിക്കാൻ സാധ്യമല്ലെന്ന് പറഞ്ഞാണ് ഫോക്സ്കോൺ പിൻവലിഞ്ഞത്. എന്നാൽ ഇരു കമ്പനികളോടും തനിച്ച് ചിപ്പ് നിർമ്മാണശാലകൾ സ്ഥാപിക്കാനുള്ള കാര്യം പരിഗണിക്കാൻ ഗവൺമെന്റ് നിർദ്ദേശിച്ചെങ്കിലും അതൊന്നും മുന്നോട്ടു പോയില്ല. ആ പശ്ചാത്തലത്തിലാണ് ടവർ കമ്പനിയുടെ നിർദ്ദേശം പ്രാധാന്യം നേടുന്നത്. OpenAI, മെറ്റ, ഗൂഗിൾ, മൈക്രോസോഫ്റ്റ് തുടങ്ങിയ കമ്പനികൾ നിർമ്മിത ബുദ്ധിയുടെ വികസിപ്പിക്കലിൽ കാര്യമായ മുന്നേറ്റം നടത്തി കഴിഞ്ഞു. എങ്കിലും ഐഫോൺ നിർമ്മാതാവ് ഇതുവരെ ഈ മേഖലയിൽ ശക്തമായ സാന്നിധ്യമായിട്ടില്ലെന്നുള്ളത് വിശകലന വിദഗ്ധരുടെ ശ്രദ്ധ ആകർഷിച്ചു കഴിഞ്ഞ കാര്യമാണ്. തങ്ങളുടെ എതിരാളികളുടെ കുതിപ്പ് ആപ്പിളിന് ഒരു തിരിച്ചടി തന്നെയായിരുന്നു. സ്വന്തമായി AI വികസിപ്പിച്ചെടുക്കുക എന്ന ആഗ്രഹം വേണ്ട രീതിയിൽ മുന്നോട്ടു പോയിട്ടില്ല എന്ന സൂചനയാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. എന്തായാലും അതിനെ മറികടക്കാനുള്ള പദ്ധതികൾ ആപ്പിൾ നടപ്പിലാക്കി തുടങ്ങിയെന്നാണ് റിപ്പോർട്ട്. ആപ്പിൾ കഴിഞ്ഞ വർഷം 32 AI സ്റ്റാർട്ടപ്പുകളെ സ്വന്തമാക്കിയെന്നും പറയുന്നുണ്ട്. ഗൂഗിൾ 21, മെറ്റ 18, മൈക്രോസോഫ്റ്റ് 17 എന്നിങ്ങനെയാണ് മറ്റ് കമ്പനികൾ വാങ്ങിക്കൂട്ടിയ AI സ്ഥാപനങ്ങളുടെ എണ്ണം. ഇന്ത്യൻ മാർക്കറ്റിൽ ടെക് ടാബ്ലറ്റും അക്സസറികളും അവതരിപ്പിച്ചിരിക്കുകയാണ് റിമാർക്കബിൾ കമ്പനി. ആമസോൺ വഴിയാണ് വിൽക്കുന്നത്. റിമാർക്കബിൾ 2 എന്ന പേരിൽ വിൽക്കുന്ന ടാബിന് 43,999 രൂപയാണ് MRP. ഇത് ഒരു 10.3 ഇഞ്ച് HD ഡിസ്പ്ലേയിലാണ് പ്രവർത്തിക്കുന്നത്. വ്യവസായ ഭീമന്മാർ ഇന്ത്യയിലേക്ക് കൂട്ടത്തോടെ നിക്ഷേപത്തിനൊരുങ്ങുന്നത് അടിയായിരിക്കുന്നത് ചൈനയ്ക്കാണ്. കാരണം കഴിഞ്ഞ 2 പതിറ്റാണ്ടുകളായി ലോകത്തെ വളരുന്ന സാമ്പത്തിക ശക്തിയെന്ന് ഖ്യാതി കേട്ട ചൈനയിൽ നിന്ന് നിക്ഷേപകർ കൂട്ടത്തോടെ പിൻവാങ്ങിയിരിക്കുകയാണ്. ഇതോടെ ലോക സമ്പദ് വ്യവസ്ഥ പുതിയൊരു അധ്യായവും തുറന്നിട്ടിട്ടുണ്ട്.
ഈ പണം ഇന്ത്യയിലേക്ക് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. വാൾസ്ട്രീറ്റ് ഭീമന്മാരായ ഗോൾഡ്സ്മാൻ സാച്സ് ഗ്രൂപ്പ്, മോർഗൻ സ്റ്റാൻലി തുടങ്ങിയവർ അടുത്ത പതിറ്റാണ്ടിലെ പ്രധാന നിക്ഷേപ കേന്ദ്രമായി അംഗീകരിക്കുന്നത് ഇന്ത്യയാണ്. ജപ്പാനിലെ യാഥാസ്ഥിതികരായ പരമ്പരാഗത റീട്ടെയിൽ നിക്ഷേപകർ പോലും ഇന്ത്യയെ സ്വീകരിച്ചു കഴിഞ്ഞു. ഏഷ്യയിലെ രണ്ടു വലിയ ശക്തികളായ ഇന്ത്യയുടെയും ചൈനയുടെയും തികച്ചും വ്യത്യസ്തമായ സഞ്ചാരപഥങ്ങളെ നിക്ഷേപകർ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ലോകത്തെ അതിവേഗത്തിൽ വളരുന്ന സാമ്പത്തിക ശക്തിയായ ഇന്ത്യ അതിൻ്റെ നിക്ഷേപകരെ ആകർഷിക്കുന്നതിനായി അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലപ്പെടുത്തി കഴിഞ്ഞു. ചൈനയാകട്ടെ തുടർച്ചയായ സാമ്പത്തിക പ്രശ്നങ്ങളും പാശ്ചാത്യ ലോക നേതൃത്വവുമായി തുടരുന്ന ഭിന്നതകളും കൊണ്ട് അസ്വസ്ഥമാണ്. പല കാരണങ്ങൾ കൊണ്ട് ആളുകൾക്ക് ഇന്ത്യയെ ഇഷ്ടമാണ്. നിലവിൽ ഇന്ത്യൻ സാമ്പത്തിക വളർച്ചയും ഓഹരി വിപണി മൂല്യവും തമ്മിൽ പരസ്പരം ബന്ധിപ്പിക്കപ്പെട്ടിരിക്കുന്നതായാണ് ചരിത്രം സൂചിപ്പിക്കുന്നത്. കഴിഞ്ഞ 2 പതിറ്റാണ്ടുകൾക്കുള്ളിൽ മൊത്ത ആഭ്യന്തര ഉൽപ്പാദനവും വിപണി മൂലധനവും $500 ബില്യൺ നിന്ന് $3.5 ട്രില്യൺ ഉയർന്നിട്ടുണ്ട്. മാത്രമല്ല, വരും നാളുകളിൽ ചൈനയുടെ സാമ്പത്തികാവസ്ഥയിൽ വൻ ഇടിവ് സംഭവിക്കുമെന്നാണ് സാമ്പത്തിക വിദഗ്ധരുടെ കണക്കുകൂട്ടൽ. കാരണം ചൈനയിലെ ജനസംഖ്യാ നിരക്ക് തുടർച്ചയായ 2ാം വർഷവും താഴേക്ക് പോയിരിക്കുകയാണ്. ചൈനീസ് നാഷണൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ കണക്കുപ്രകാരം കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 2.08 കോടിയുടെ ജനസംഖ്യാ ശോഷണമാണ് രേഖപ്പെടുത്തിയത്. കഴിഞ്ഞ വർഷം ജനസംഖ്യയിൽ ഇന്ത്യ ചൈനയെ മറികടന്നിരുന്നു. ആഗോള ജനസംഖ്യാ കണക്കെടുപ്പ് നടത്തുന്ന യുണൈറ്റഡ് നേഷൻസ് പോപ്പുലേഷൻ ഫണ്ട് ആണ് കണക്കുകൾ പുറത്തുവിട്ടത്. കണക്കുകൾ പ്രകാരം 140.9 കോടിയാണ് ചൈനയിലെ നിലവിലെ ജനസംഖ്യ. അതേസമയം ഐക്യരാഷ്ട്രസഭയുടെ കണക്കുകൾ പ്രകാരം ഇന്ത്യയുടെ ജനസംഖ്യ 142.86 കോടിയാണ്. കഴിഞ്ഞ വർഷം 8,50,000 കുറവായിരുന്നു ജനസംഖ്യയിൽ രേഖപ്പെടുത്തിയത്. ഈ വർഷം അത് ഇരട്ടിയോളമായി. 60 വർഷത്തിനിടയിലുള്ള ഏറ്റവും കുറഞ്ഞ ജനസംഖ്യയായിരുന്നു കഴിഞ്ഞ വർഷം ചൈനയിൽ രേഖപ്പെടുത്തിയത്. ജനന നിരക്ക് കുറഞ്ഞതും ഉടനടിയുണ്ടായ നഗരവൽക്കരണവുമാണ് ജനസംഖ്യാ ശോഷണത്തിലേക്ക് ചൈനയെ നയിച്ചത്. നിലവിലെ ജനന നിരക്ക് 1000 ആളുകൾക്ക് 6.39 എന്നതിലേക്ക് ചൈനയിൽ കുറഞ്ഞു വന്നിരിക്കുകയാണ്. ഏറെ വിവാദമായ ഒറ്റക്കുട്ടി നയത്തിന് ശേഷമാണ് ചൈനയിൽ ജനസംഖ്യാ ശോഷണം ഉണ്ടായത്. രാജ്യത്തിൻ്റെ പലയിടങ്ങളിലും തൊഴിൽ ശക്തിയിൽ കുറവ് വരികയും ഇതോടൊപ്പം ഉണ്ടായിട്ടുണ്ട്. ചൈനയിൽ ജനസംഖ്യയുടെ മുഖ്യ പങ്കും പ്രായമേറിയവരാണ്. അതിനാൽ തന്നെ ജോലി ചെയ്യുന്ന വിഭാഗം ശുഷ്കമായി തീർന്നിരിക്കുകയാണെന്നാണ് റിപ്പോർട്ട്. ചൈനയുടെ പല ഭാഗങ്ങളിലും ജനനനിരക്ക് വർദ്ധിപ്പിക്കാനുള്ള പദ്ധതികൾ ഭരണകൂടം നേരത്തെ മുന്നോട്ട് വച്ചിരുന്നു. എന്നാൽ ആഗോള ബിസിനസ് ഭീമന്മാർ ഇതൊന്നും ചെവിക്കൊള്ളാതെയാണ് ഇന്ത്യയിലേക്ക് വൻ നിക്ഷേപവുമായി എത്തിക്കൊണ്ടിരിക്കുന്നത്. മാത്രമല്ല, ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യയുടെ സ്ഥിരാംഗത്വത്തെ സംബന്ധിച്ച് ചൈനയ്ക്കെതിരെ ടെസ്ല സ്ഥാപകൻ എലോൺ മസ്ക് നിലപാട് സ്വീകരിച്ചത് വൻതോതിൽ ചർച്ചയായിരുന്നു. ഇത് ചൈനയ്ക്ക് വൻ ക്ഷീണമാണ് ഏൽപ്പിച്ചത്. ഒരു ഇടവേളയ്ക്ക് ശേഷം ചൈനയുടെ മനുഷ്യാവകാശ ലംഘനങ്ങൾ വീണ്ടും ലോകരാജ്യങ്ങൾ ചർച്ച ചെയ്തത് അപ്പോഴായിരുന്നു. ഐക്യരാഷ്ട്രസഭയിലെ സിൻജിയാങ്ങിലെ മനുഷ്യാവകാശ ലംഘനങ്ങൾ വീണ്ടും ചർച്ചയായി തുടങ്ങിയത് ചൈനയ്ക്കെതിരെ പല രാജ്യങ്ങളും രംഗത്ത് വന്നിരുന്നു. 40 ലക്ഷത്തിലേറെ വരുന്ന ഉയ്ഗുർ വിഭാഗങ്ങളാണ് തടങ്കൽ പാളയത്തിലുള്ളത്. ചൈന നടത്തുന്ന കടുത്ത മനുഷ്യാവകാശ ലംഘനങ്ങളുടെ ഏറ്റവും പുതിയ റിപ്പോർട്ടാണ് ലോകരാജ്യങ്ങളടക്കം വിശകലനം ചെയ്തത്. 43 രാജ്യങ്ങൾ ചൈന നടത്തുന്ന കൊടിയ പീഡനങ്ങളെ കടുത്ത ഭാഷയിലാണ് വിമർശിച്ചത്. അഫ്ഗാൻ താലിബാൻ വിഷയവും കൊറോണ 2ാം തരംഗത്തിൻ്റെ വ്യാപനവും ഇതിനിടെ സഭയുടെ സുപ്രധാന വിഷയമായതോടെയാണ് ചൈനയിലെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ വൈകിയത്. 43 രാജ്യങ്ങളാണ് ചൈന നടത്തുന്ന അതിക്രമങ്ങളെപ്പറ്റി വിശ്വാസയോഗ്യമായ റിപ്പോർട്ടുകളെ അംഗീകരിച്ചുകൊണ്ട് 82 പേജുള്ള പ്രമേയം പാസാക്കിയത്. ഉയ്ഗറുകളുടെ പുതുതലമുറയെ നിർബന്ധമായി മാതാപിതാക്കളിൽ നിന്നും വിച്ഛേദിക്കുകയാണ് അവിടെ. കുട്ടികളെ വിദൂര പ്രദേശങ്ങളിൽ പാർപ്പിക്കുകയും അവരുടെ സാംസ്കാരികമായ എല്ലാ അസ്തിത്വവും ഇല്ലാതാക്കുകയുമാണ് പ്രധാന തന്ത്രം. ഭാഷ സംസാരിപ്പിക്കില്ല, പകരം ചൈനീസ് ഭാഷകൾ അടിച്ചേൽപ്പിക്കുന്നു. ജീവിതശൈലി, ഭക്ഷണക്രമം, ആരാധനാ രീതികൾ ഇവയെല്ലാം മാറ്റിമറിച്ച് തികച്ചും ഉയ്ഗറുകളോട് തന്നെ വിദ്വേഷം പ്രകടിപ്പിക്കുന്ന പുതുതലമുറയാണ് അവിടെ സൃഷ്ടിക്കുന്നത്. 10 മുതൽ 15 വർഷത്തിന് ശേഷം കുട്ടികളെ തിരികെ എത്തിക്കുന്ന തന്ത്രമാണ് ചൈന നടപ്പാക്കുന്നതെന്നും രാജ്യങ്ങൾ വ്യക്തമാക്കുകയുണ്ടായി. സിൻജിയാങ് മേഖലയിലെ ജനങ്ങൾക്ക് ഈ വിശാല ലോകത്തിൻ്റെ സ്വാതന്ത്ര്യം അനുഭവിക്കാൻ എല്ലാ അവകാശവുമുണ്ട്. അതിനാൽ അവരുമായി സംവദിക്കാനും അവരുടെ പ്രശ്നങ്ങൾ ചോദിച്ചറിയാനും നിഷ്പക്ഷ നിരീക്ഷകരെയും മനുഷ്യാവകാശ പ്രവർത്തകരെയും അനുവദിക്കണമെന്നും പ്രമേയത്തിലൂടെ ആവശ്യപ്പെട്ടിരുന്നു. 3 വർഷത്തിനിടെ 4ാം തവണയാണ് അമേരിക്കയും ബ്രിട്ടനും യൂറോപ്യൻ രാജ്യങ്ങളും സിൻജിയാങ് മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ സഭയിൽ റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇതും ചൈനയ്ക്ക് വൻ ക്ഷീണമായി മാറിയിരിക്കുകയാണ്.